പ്രതിപക്ഷം ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല എന്നുള്ളതാണ്. ചർച്ചയെ ഭയപ്പെടുന്നൊരു പ്രതിപക്ഷമാണ്. വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിൽ വീണ ജോർജിന് പരിക്ക് പറ്റി. അതിൽ വീണ ജോർജിന് പരിക്ക് പറ്റിയപ്പോൾ KSU പ്രവർത്തകരുടെ ആരുടെയും കൈ മേലെ ടച്ച് ചെയ്തിട്ടില്ല, വീണ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നവരോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പറയാം. പറയുന്നവർ ശരിക്കും ഈ പറയുന്നവർ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പോയി ടച്ച് ചെയ്ത് അടിച്ച് കഴുത്തിട്ട് അടിച്ചാലും മാത്രമല്ല പരിക്കുക. പെട്ടെന്ന് ചാടി വീണ, അതായത് ഇവർ പെട്ടെന്നായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചാടിയത്. ഒന്നാമത് റെയിൽവേ സ്റ്റേഷനിൽ ചെയ്തത് തെമ്മാടിത്തരമാണ്. KSU പ്രവർത്തകർ ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് പോയിട്ടൊന്നും പ്ലാറ്റ്ഫോമിൽ പോയിട്ടൊന്നും പ്രതിഷേധിക്കേണ്ട ഒരാവശ്യമില്ല. പ്രതിഷേധിക്കുക, അവർക്ക് അല്ലാത്ത സംഘടന അല്ലാത്ത പരിപാടികൾക്ക് പോയിട്ട് പ്രതിഷേധിക്കുക. എന്ത് തെറ്റുണ്ടായും പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, പ്രതിഷേധിച്ചോ. പക്ഷേ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അതിനകത്തോട് നടക്കുന്ന ആരെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് വീണ് പോയെങ്കിൽ ഇവർ സമാധാനം പറഞ്ഞിട്ടുണ്ടാവോ? അപ്പോൾ ആ പറയുന്നവരോട് പറയാണ്, ഇതിപ്പോൾ വന്നിട്ട് വീണ ജോർജിനെ പോയി അടിക്കുക, തല്ലുക, പിടിക്കുക, തള്ളുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് നോക്കിയാൽ തന്നെ കഴുത്ത് പിടിക്കാൻ, കഴുത്തുളക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ വീണ ജോർജിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു കരിങ്കോടി അതിനകത്ത് വന്ന് ചെയ്തതുകൊണ്ട് മാത്രമാണ് പരിക്ക് പറ്റിയത്. പരിക്ക് ഇല്ല എന്ന് പറയാൻ നിങ്ങളാരാ? പരിക്കില്ല എന്ന് പറയാൻ കാരണം ഒരാൾ വന്ന് ഇടിച്ചാൽ മാത്രമേ പരിക്കാവുള്ളൂ. ഇപ്പോൾ അതിൽ കാണിച്ചത് വീഡിയോയിൽ വ്യക്തമല്ലേ, പെട്ടെന്ന് ചാടി വീഴുകയല്ലേ. അത് ഒരു ഭാഗത്തു നിന്നാണ് ചാടി വീഴുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ചാടി വീണു, പോലീസുകാർ വളഞ്ഞു. ആ പോലീസുകാർ കഴിയുമ്പോൾ തിരിച്ച് ഇവർ സഖാവാണ്, തിരിച്ച് ആക്രോശിക്കും, അപ്പോൾ തിരിച്ച് സംസാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തുനിന്നും വരികയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ മതി, കഴുത്ത് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല. അത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് മുതലാക്കുന്നു മാത്രം. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദിത്വം നിങ്ങളാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ്. കരിങ്കോടി കാണിക്കാൻ നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ തന്നെയാണ്. പരിക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ വിഷയങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്ക് വേണം. പരിക്കുണ്ടോ ഇല്ലേ എന്നല്ല, രാഷ്ട്രീയമായിട്ട് ഇത് തിരിച്ച് എടുക്കും. റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് രാഷ്ട്രീയമായി എടുക്കും എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. വധശ്രമമാണ് നടന്നതെന്നൊക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല, അതില്ല, അതൊക്കെ നമുക്ക് സത്യം തന്നെയാണ്. ഗോവിന്ദ മാഷ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ പറയണമെന്ന് അറിയാം. പക്ഷേ എന്നാലും ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ള ബോധം നിങ്ങൾ KSUക്കാർക്ക്, ബുദ്ധിയുള്ള KSUക്കാരാണെങ്കിൽ അത് വേണം. പ്രതിഷേധം ആവാം, അവനവൻ്റെ എല്ലാം മറന്നിട്ടുള്ള പ്രതിഷേധം വേണ്ട. പല വിഷയത്തിലും നമ്മൾ വീണ ജോർജിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ലായിരിക്കാം. ഒരുപാട് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിനെയൊക്കെ ലാഘവത്തോടെ നിസ്സാരമായിട്ട് എടുക്കുന്ന മന്ത്രിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശൈലജ ടീച്ചറാകുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല, നിസ്സാരമായിട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് സംഭവം നടക്കുന്നതും ഇപ്പോൾ വയറ്റിനുള്ളിൽ കത്രയും കുടുങ്ങിയതും വേറെ മലപ്പുറത്ത് ആ പെൺകുട്ടിയുടെ സംഭവിച്ച സമയത്തും 2 പ്രാവശ്യം വീണ ജോർജ് അല്ല ആരോഗ്യമന്ത്രി. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴുള്ള ആരോഗ്യമന്ത്രിക്കെതിരെ എന്താ നിങ്ങൾ ചെയ്യാത്തത്? അപ്പോൾ നിങ്ങൾ വീണ ജോർജിനെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. അതെന്തിനാ? അത് വേറെ. വീണ അതിൻ്റെ അഭിനയമാണെന്ന് ആക്ഷേപിക്കുന്ന പ്രേക്ഷകർ ഇത്രയും ഓർക്കണേ. അതെങ്കിലും ഓർക്കണം. നിങ്ങളുടെ ആ സാഹചര്യം വരുത്തിയത് നിങ്ങളാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളാണ് ചെയ്ത തെറ്റ്. വീണ ജോർജ് മിണ്ടാതെ പോയിട്ട് ആ പ്രതിഷേധക്കാരൻ്റെ ഇടയിലേക്ക് പോയതല്ല. നിങ്ങൾ വീണ ജോർജ് ഇരിക്കണം റെയിൽവേ സ്റ്റേഷനകത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് തെണ്ടിത്തരമല്ലേ, ചെറ്റത്തരമല്ലേ? നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്തിനാ? ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അത് ഒരു ഭാഗത്തു നിന്നല്ല മുദ്രാവാക്യം വരുന്നതാണ്. ഒരു ഭാഗത്തു നിന്നാണോ? ഒരു ഭാഗത്തു നിന്ന് വന്ന് പോലീസുകാർ വളഞ്ഞിട്ടു, അപ്പം തന്നെ മിനിസ്റ്റർ ഞെരുങ്ങി ഇല്ലേ? അടുത്ത ഭാഗത്തു നിന്ന് അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ ഈ ഭാഗത്തു നിന്ന് 2 പേര് വന്നു, അപ്പോൾ ഇങ്ങോട്ടും തിരിയും ഇല്ലേ? അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചിട്ട് മെഴുകിയിട്ട് കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ PR വർക്കേഴ്സ് ഒരുപാട് കളിയാക്കുന്നുണ്ട് വീണ ജോർജിനെ. വീണ ജോർജിൻ്റെ തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഫുള്ളും പരിക്ക് പറ്റിയിട്ട് കഴുത്ത് അനക്കാൻ പറ്റാതെ ഇരിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പരിക്ക് പറ്റിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.